കേരളത്തിൽ സ്ഫോടന പരമ്പരയും ചാവേർ ആക്രമണം പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരൻ. കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതിക്കെതിരെ UAPA 38, 39 വകുപ്പുകളിലും IPC 120B പ്രകാരവുമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷാവിധിയിന്മേലുള്ള വാദം നാളെ നടക്കും. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് തെളിഞ്ഞത്. കാസർഗോഡ് ISIS കേസിന്റെ തുടർച്ചയായി നടന്ന അന്വേഷണത്തിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ പിടിയിലായത്. കേസിലെ 3 പ്രതികളിൽ 2 പേർ മാപ്പുസാക്ഷികളായിരുന്നു. മുഹമ്മദ് ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ് എന്നിവരായിരുന്നു മാപ്പുസാക്ഷികളായിരുന്നത്. കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി IS-ൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം റിയാസ് അബൂബക്കർ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്നാണ് NIA കേസ്. മറ്റ് 2 പേർ സ്ഫോടന പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടും റിയാസ് ഭീകരാക്രമണ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയി. കൊച്ചിയടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സ്ഫോടനങ്ങളായിരുന്നു ലക്ഷ്യം. NIA ഹാജരാക്കിയ ഡീറ്റെയിൽ തെളിവുകളും CDR, ടവർ ലൊക്കേഷൻ, റാഷിദ് അബ്ദുള്ളയുടെ വോയിസ് ക്ലിപ്പുകൾ, IS-മായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രധാന തെളിവായി. UAPA 38, 39, IPC 120B പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞ കേസിൽ പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. 5 വർഷത്തെ റിമാൻഡ് റിയാസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. NIA മാപ്പുസാക്ഷികളാക്കിയവരാണ് റിയാസിനെ കൃത്യത്തിന്റെ ഭാഗമാക്കിയതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. ആ മാപ്പുസാക്ഷികളുടെ ബലത്തിലാണ് പ്രതികളെ കുറ്റവാളിയാണെന്ന് കണ്ടെത്താനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചത് ഈ പറയുന്ന മാപ്പുസാക്ഷികളാണ് ഈ പ്രതിയെ ഈ പറയുന്ന എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയതും ഇങ്ങനെയുള്ള ഓരോ സംഘടനയിൽ പ്രവർത്തിക്കാൻ നിർബന്ധിച്ചതുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. 2019 റിയാസ് അബൂബക്കർ പിടിയിലായത്. മലയാളി യുവാക്കളെ വിദേശത്തേക്ക് കടത്തി ഭീകര സംഘടനയായ IS-ന് കൈമാറിയെന്ന കേസിൽ ബീഹാർ സ്വദേശിനി യാസ്മിൻ മുഹമ്മദിന് 7 വർഷം കഠിന തടവ് നേരത്തെ ലഭിച്ചിരുന്നു. കാസർഗോഡ് സ്വദേശികളായ 15 യുവാക്കളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയതിൽ 2016 NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ശ്രീനാഥ് ഹാജരായി. ജനം, കൊച്ചി.